അയത്തുള്ള അലി ഖമനേയി എന്ന ഇറാന്റെ പരമോന്നതകാരി ഒരു ക്ലർജിയാണ്. ക്ലർജി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഒരു മത പുരോഹിതനാണ്. കൃത്യമായി ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് ഒരു ഷിയ രാജ്യമാണ് ഇറാൻ എന്നുള്ളത് നമുക്കറിയാം. കൂടുതൽ ഇറാനികളും ഷിയ മുസ്ലിങ്ങളാണ്, സുന്നികളല്ല. ഷിയ മുസ്ലിങ്ങൾ ഏറെയുള്ള ഈ രാജ്യം, അതുമായി അതിർത്തി പങ്കിടുന്ന മറ്റു രാജ്യങ്ങൾ ഇറാനോട് പരിപൂർണമായ പിന്തുണയോ സ്നേഹമോ ഒന്നുമല്ല നൽകുന്നത് എന്ന് അറിയാമെങ്കിലും ഇറാൻ അനാവശ്യമായി വഴക്കൂടാൻ പോകാറില്ല. എന്നാൽ പേർഷ്യൻ യുദ്ധവീര്യം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഒരു നിമിഷം ഈ അടുത്ത് നടന്നു. അത് ഖത്തറിലെ അമേരിക്കൻ ബേസ് തകർത്തുകൊണ്ട് ഇറാൻ നൽകിയ ഒരു മറുപടിയാണ്. ഇപ്പോഴിതാ അമേരിക്കയുമായുള്ള ന്യൂക്ലിയർ ഡീൽ ഒരിക്കലും അതിലേക്ക് സൈൻ ചെയ്യില്ല എന്ന് ഖമനേയി അന്ത്യശാസനം പോലെ പറഞ്ഞിരിക്കുകയാണ്. അത് എടുത്തടിച്ചതുപോലെ, മുഖത്തടിച്ചതുപോലെ ട്രംപിന് കിട്ടിയ ഒരു താക്കീതാണ്. ട്രംപ് വരണ്ട, ഇറാനോട് കിട്ടാനും വിലപേശാനും വരണ്ട. ഇസ്ലാമോഫോബിയ തലയ്ക്ക് പിടിച്ച ചില രാജ്യങ്ങളും ഭരണാധികാരികളുമുണ്ട്. അവരുടെ ഇംഗിതത്തിന് വഴങ്ങിക്കൊടുക്കാനല്ല ഇറാൻ നിൽക്കുന്നത്. ആത്മാഭിമാനത്തോടെ നട്ടലോടെ തലയുയർത്തി നിൽക്കാൻ ഞങ്ങളുടെ രാജ്യത്തെ 9.25 കോടി ജനങ്ങൾക്കറിയാം എന്ന് ഉറപ്പിച്ച് പറയുകയാണ് അയത്തുള്ള അൽ ഖമനേയി. രണ്ട് കാര്യങ്ങളിലാണ് അമേരിക്കയോട് ഇറാൻ കടുത്ത അതിർത്തി പറയുന്നു. ഒന്ന്, ഞങ്ങൾ യാതൊരുവിധ പ്രകോപനവും ഉണ്ടാക്കാതെ ഞങ്ങളെ ആക്രമിക്കാൻ ഇസ്രയേലിനോട് പറഞ്ഞത് നിങ്ങൾ തന്നെയല്ലേ? ഇസ്രയേലിന് വെള്ളവും വളവും നൽകി അവരുടെ കയ്യിൽ ആയുധം വെച്ചു കൊടുത്ത് ഞങ്ങളെ തളർത്തണം, തകർക്കണമെന്ന് പറഞ്ഞത് നിങ്ങളല്ലേ? കൃത്യമായും ഖാസിം സോലമേനി എന്ന ഇറാനിലെ ഒരു മിലിറ്ററി ജനറലിൻ്റെ മരണത്തോട് കൃത്യമായി പ്രതികരിച്ച ട്രംപ് പറഞ്ഞത് അത് അനിവാര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം എന്നാണ്. ട്രംപിന് അങ്ങനെ പറയാൻ കാരണം എന്താണ്? അൽ ബഗ്ദാദിയെ പോലെ ഖാസിം സോലമേനിയും ഒരേ തറാസിൽ തൂക്കുന്ന ട്രംപിൻ്റെ ജാതിവെറി. സ്വന്തം രാജ്യത്ത് ഇത്രയധികം റേസിസം അത് കൃത്യമായി ട്രംപിൻ്റെ ഭരണകാലത്ത് നടക്കുന്നുണ്ട്. ഐ കുഡ് ബി എ ബെറ്റർ പ്രസിഡന്റ് എക്സെപ്റ്റ് ദ ലേറ്റ് ഗ്രേറ്റ് എബ്രഹാം ലിങ്കൻ എന്ന് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ സമയത്ത് വാതോരാതെ പറഞ്ഞ ഡൊണാൾഡ് ട്രംപിനെ ജനങ്ങൾ ഓർക്കുകയാണ്. എബ്രഹാം ലിങ്കണിനെ ഒഴിച്ച് മറ്റാരേക്കാളും താനൊരു മികച്ച പ്രസിഡന്റാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തനിക്ക് നോബൽ സമ്മാനം വേണം എന്നാണ് പറയുന്നത്. സമനില തെറ്റിയ ഒരു കിളവന്റെ ജൽപ്പനമായി മാത്രമേ, ഒരു വയോവൃദ്ധന്റെ ജൽപ്പനമായി മാത്രമേ ഇതിനെ കണക്കാക്കാൻ കഴിയുകയുള്ളൂ എന്ന് യൂറോപ്പിലെ നിരവധി രാജ്യങ്ങളും ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. കാരണം ട്രംപ് സമനില തെറ്റിയിരിക്കുകയാണ്. ഇറാനോടുള്ള ട്രംപിൻ്റെ ഈർഷ്യ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ്. ട്രംപിന് ചില തിരിച്ചടികൾ ലഭിച്ചു. അതുമൊക്കെയായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇറാനെ കൂട്ടിക്കലർത്താൻ ശ്രമിക്കുന്നു. പക്ഷേ ട്രംപ് റഷ്യയോട് വിലപേശാൻ ശ്രമിച്ചു, പൊളിഞ്ഞ് പാളീസായി. അലാസ്കയിലെ ആങ്കറേജിൽ വെച്ച് നടത്തിയത് വെറും പരാജയമായി. മോസ്കോയിലേക്ക് ചായ കുടിക്കാൻ ക്ഷണിച്ചിരിക്കുകയാണ്. അതല്ലാതെ പുറ്റിനിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഖമനേയി രണ്ടും കൽപ്പിച്ചാണ്. ട്രംപ് ഇനി എന്തെങ്കിലും ഉപാധികളുമായി വന്നാൽ ട്രംപിനെ എങ്ങനെ നേരിടണമെന്ന് തനിക്ക് അറിയാമെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് അയത്തുള്ള അൽ ഖമനേയി.